എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാംബുള്ളയിലെ രംഗിരി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഹരിതമനോഹരമായ മൈതാനത്ത് 2026 ത്രിരാഷ്ട്ര എ സീരീസിലെ ശ്രീലങ്ക എയും ഇന്ത്യ എയും തമ്മിലുള്ള ഉദ്ഘാടന പോരാട്ടത്തിന് തുടക്കം കുറിക്കുമ്പോൾ വായുവിൽ പോലും ആവേശം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ടോസ് നേടിയ ഇന്ത്യ എ ടീം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിലും ആ തീരുമാനത്തെ കാത്തിരുന്നത് അത്യന്തം നാടകീയവും ഹൃദയമെടുപ്പ് കൂട്ടുന്നതുമായ നിമിഷങ്ങളായിരുന്നു. ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാൻ പന്തുമായി എത്തിയ മുഹമ്മദ് സിറാജിന്റെ കണ്ണുകളിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. എന്നാൽ ക്രീസിലുണ്ടായിരുന്ന യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശി തെല്ലും ഭയമില്ലാതെയാണ് ആ വെല്ലുവിളിയെ നേരിട്ടത്. സിറാജിന്റെ ആദ്യത്തെ ഷോട്ട് ഓഫ് ലെങ്ത് പന്തിൽ തന്നെ അതിമനോഹരമായി ബാക്ക് ഫുട്ടിലേക്ക് നീങ്ങി പോയിന്റിന്റെ ദിശയിലൂടെ ഒരു കണ്ണഞ്ചിക്കുന്ന ബൗണ്ടറി പായിച്ചു വൈഭവ് തന്റെ വരവറിയിച്ചു. അതേ ഓവറിലെ മൂന്നാമത്തെ പന്ത് സിറാജ് അല്പം ഫുൾ ലെങ്തിൽ എറിഞ്ഞപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ വൈഭവ് കവറുകൾക്ക് മുകളിലൂടെ പന്ത് വായുവിൽ പറത്തിക്കൊണ്ട് തന്റെ രണ്ടാമത്തെ ബൗണ്ടറിയും സ്വന്തമാക്കി. പിന്നീട് ഇന്നിംഗ്സിന്റെ മൂന്നാമത്തെ ഓവറിൽ പന്തെറിയാനെത്തിയ ചാമിക കരുണരത്നയുടെ ഔട്ട് സ്വിംഗറിനെ ബാറ്റിന്റെ മുഖം വിദഗ്ധമായി തുറന്നുകൊടുത്ത് ബാക്ക്വേർഡ് പോയിന്റിന് സമീപത്തൂടെ വഴിതിരിച്ചുവിട്ട് വൈഭവ് തന്റെ മൂന്നാം ബൗണ്ടറിയും കണ്ടെത്തിയപ്പോൾ ഇന്ത്യൻ ക്യാമ്പ് വലിയൊരു സ്കോർ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ക്രിക്കറ്റ് എന്ന കളിയുടെ അനിശ്ചിതത്വം തൊട്ടടുത്ത ഓവറിൽ തന്നെ മറനീക്കി പുറത്തുവന്നു. സിറാജിന്റെ ഒരു ഫുൾ പിച്ച് ഡെലിവറിയെ ഡൌൺ ദ ഗ്രൗണ്ട് അതിശക്തമായി പ്രഹരിക്കാൻ വൈഭവ് ശ്രമിച്ചു. പക്ഷേ ആ ആവേശത്തിൽ ബാറ്റ് കൈകളിൽ നിന്ന് ചെറുതായി വഴുതിപ്പോയതോടെ പന്ത് പ്രതീക്ഷിച്ച ദൂരത്തേക്ക് പോകാതെ മിഡ് ഓഫിലേക്ക് വായുവിൽ ഉയർന്നു. അവിടെ കാത്തുനിന്ന ശ്രീലങ്കൻ ക്യാപ്റ്റൻ സഹാൻ അരാച്ചിഗെ ഭൂമിയിൽ നിന്ന് വെറും ഇഞ്ചുകൾ മാത്രം ഉയരെ വായുവിൽ മുന്നോട്ട് കുതിച്ചു ചാടിക്കൊണ്ട് ഒരു അവിശ്വസനീയമായ ഒരു ഡൈവിംഗ് ക്യാച്ചിലൂടെ ആ ഇന്നിംഗ്സിന് തിരശീലയിട്ടു. 12 പന്തുകളിൽ നിന്ന് 3 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 14 റൺസെടുത്ത വൈഭവ് നിരാശയോടെ മടങ്ങുമ്പോൾ അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ആദ്യ വിക്കറ്റ് വീണതിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യൻ നിര മുക്തരാകുന്നതിനു മുമ്പ് തന്നെ തൊട്ടടുത്ത ഓവറിൽ ചാമിക കരുണരത്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർ പ്രഭ്സിമ്രൻ സിംഗിന് നേരെ പ്രയോഗിച്ചത് രക്തം മരവിപ്പിക്കുന്ന ഒരു ബൗൺസറായിരുന്നു. ആ തീപ്പൊരി പന്തിന്റെ വേഗതയിലും കുതിപ്പിലും പൂർണ്ണമായും സ്തംഭിച്ചുപോയ പ്രഭ്സിമ്രൻ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പന്ത് ഗ്ലൗസിലുരസി ബാക്ക്വേർഡ് പോയിന്റിലേക്ക് ഉയർന്നു. അവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്ന സതീര സമരവിക്രമ ഒരു പുലിയെപ്പോലെ മുന്നോട്ട് ഡൈവ് ചെയ്ത് ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കിയപ്പോൾ കാണികളുടെ ശ്വാസം നിലച്ചുപോയി. വെറും 2 റൺസ് മാത്രം സമ്പാദ്യമുള്ള പ്രഭ്സിമ്രൻ ശാരീരികമായ വേദനയോടൊപ്പം തന്നെ വലിയൊരു മാനസിക ആഘാതവും പേറിയാണ് പവലിയനിലേക്ക് തിരികെ നടന്നത്. തുടർച്ചയായ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പതറിയ ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്തവുമായാണ് പ്രിയാൻഷ് ആര്യ ക്രീസിലെത്തിയത്. സിറാജിന്റെ റൗണ്ട് ദ വിക്കറ്റിൽ വന്ന പന്തിനെ നേരിട്ട പ്രിയാൻഷ് അതിമനോഹരമായി ഫ്രണ്ട് ഫുട്ടിലേക്ക് ഇറങ്ങി വന്ന് എക്സ്ട്രാ കവറുകൾക്ക് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ടാണ് തന്റെ അക്കൗണ്ട് തുടങ്ങിയത്. പിന്നീട് കരുണരത്നയുടെ ഒരു ഫുൾ ഡെലിവറിയെ കവറുകൾക്കിടയിലൂടെ സ്ക്വയർ ഡ്രൈവ് ചെയ്ത് മറ്റൊരു ബൗണ്ടറി കൂടി നേടിയ പ്രിയാൻഷ് 8ാമത്തെ ഓവറിൽ സിറാജിന്റെ ഷോട്ട് പന്തിൽ ഡീപ് പോയിന്റിനും ശൂന്യമായ തേർഡ് മാനിനും ഇടയിലൂടെ വീണ്ടും അതിർത്തി കടത്തി. ഗരുക സങ്കേത് പന്തെറിയാനെത്തിയ 9ാമത്തെ ഓവറിൽ ഡീപ് പോയിന്റ് ഫീൽഡറെ അല്പം പിന്നിലേക്ക് മാറ്റിയത് ശ്രദ്ധിച്ച പ്രിയാൻഷ് തന്റെ ബുദ്ധിപരമായ കളി പുറത്തെടുത്തു. ഫീൽഡറിന്റെ ഡൈവിനെ നിഷ്ഫലമാക്കി സ്ക്വയർ കട്ടിലൂടെ അവൻ മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ഇതിനിടയിൽ മറുഭാഗത്ത് ഉപനായകൻ ഋതുരാജ് ഗൈക്വാദ് സിറാജിന്റെ പന്തിൽ മിഡ് ഓഫിലെ ഫീൽഡറെ കബളിപ്പിച്ചുകൊണ്ട് ഒരു മൃദുവായ ഫ്രണ്ട് ഫുട്ട് പുഷിലൂടെ തന്റെ ആദ്യ ബൗണ്ടറി നേടിയെടുത്തിരുന്നു. സിറാജിന്റെ അടുത്ത ഓവറിൽ പ്രിയാൻഷ് ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചു. പക്ഷേ പന്ത് ബാറ്റിന്റെ അടിഭാഗത്ത് തട്ടി ഭാഗ്യം കൊണ്ട് ബൗണ്ടറി കടന്നതോടെ റൺ റേറ്റ് സാവധാനം ട്രാക്കിലായി തുടങ്ങിയിരുന്നു. എന്നാൽ 13ാമത്തെ ഓവറിൽ ഇന്ത്യൻ ക്യാമ്പിനെ ഒന്നടങ്കം സ്തബ്ധരാക്കിയ ഒരു നിർഭാഗ്യകരമായ നിമിഷം അരങ്ങേറി. രവീന്ദ്രു ഫെർണാണ്ടോ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഋതുരാജ് ഡീപ് കവറുകളിലേക്ക് പന്ത് പായിച്ചതിനു ശേഷം 2 റണ്ണിനായി ഓടിത്തുടങ്ങി. ആദ്യ റണ്ണിനായി കുതിച്ച പ്രിയാൻഷ് 2ാമത്തെ റണ്ണിനായി തിരിഞ്ഞെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത് ക്രീസിന്റെ മധ്യത്തിൽ വെച്ച് തന്റെ ഓട്ടം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും പന്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഓടിയ ഋതുരാജ് കീപ്പർ എൻഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അബദ്ധം മനസ്സിലാക്കിയ പ്രിയാൻഷ് അതിനേടം നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് തിരിഞ്ഞോടിയെങ്കിലും കീപ്പർ ഡിക് വേലയുടെ കാൽ അബദ്ധത്തിൽ തടസ്സം വന്നതിനാൽ പ്രിയാൻഷിന് തന്റെ ബാറ്റ് കൃത്യസമയത്ത് ക്രീസിൽ കുത്താൻ കഴിഞ്ഞില്ല. ഒട്ടും സമയം കളയാതെ ഡിക് വേല അണ്ടർആം ത്രോയിലൂടെ പന്ത് ബൌളറുടെ എൻഡിലെ വിക്കറ്റിലേക്ക് എറിഞ്ഞതോടെ 32 റൺസ് എടുത്ത് മികച്ച ഫോമിൽ കളിച്ചിരുന്ന പ്രിയാൻഷ് ദൗർഭാഗ്യകരമായ ഒരു റണ്ണൌട്ടിലൂടെ പുറത്തായി. പ്രിയാൻഷിന്റെ മടക്കത്തിനു ശേഷം ഇന്ത്യൻ നായകൻ തിലക് വർമ്മ ക്രീസിലെത്തിയതോടെ കളിയുടെ ഗതി വീണ്ടും മാറിമറിഞ്ഞു. രവീന്ദ്രു ഫെർണാണ്ടോയുടെ ലെഗ് സ്റ്റമ്പിൽ നിന്ന് പുറത്തേക്ക് പോയ പന്തിനെ ഒരു കൗശലപൂർണ്ണമായ സ്വീപ് ഷോട്ടിലൂടെ ഫൈൻ ലെഗ് അതിർത്തി കടത്തി ഋതുരാജ് തന്റെ പോരാട്ട വീര്യം വ്യക്തമാക്കി. കുറെ ഓവറുകൾക്ക് ശേഷം 28ാമത്തെ ഓവറിൽ വിയാസ്കാന്ത് എഴിഞ്ഞ ഫ്ലാറ്റ് ഡെലിവറിയെ തന്റെ മനോഹരമായ കൈക്കുഴയുടെ കരുത്തിൽ സ്ക്വയർ ലെഗിലേക്ക് പായിച്ചുകൊണ്ട് ഋതുരാജ് റൺ വരൾച്ചയ്ക്ക് അറുതി വരുത്തി.
തൊട്ടടുത്ത 29ാമത്തെ ഓവറിൽ സ്പിന്നർ സഹാൻ അരാച്ചികയ്ക്കെതിരെ ക്യാപ്റ്റൻ തിലക് വർമ്മ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. തുടർച്ചയായ 2 പന്തുകളിൽ അതിശക്തവും മനോഹരവുമായ 2 ബൗണ്ടറികൾ പായിച്ച തിലക് തന്റെ ഫോം തെളിയിച്ചപ്പോൾ അതേ ഓവറിന്റെ അവസാന പന്തിൽ ഋതുരാജും തന്റെ ക്ലാസ് കാണിച്ചുകൊണ്ട് ഓവറിലെ 3ാമത്തെ ബൗണ്ടറിയും സ്വന്തമാക്കി 12 റൺസാണ് അടിച്ചെടുത്തത്. ഇതിന് തൊട്ടു പിന്നാലെ 30ാമത്തെ ഓവറിൽ വിയാസ്കാൻ ദി ലെഗ് സ്റ്റംപിൽ ഒരു ഫുൾ ടോസ് എറിയുക എന്ന വലിയ അബദ്ധം കാണിച്ചപ്പോൾ ഋതുരാജ് ഗൈക്വാദ് യാതൊരു ദയയുമില്ലാതെ ആ പന്തിനെ ലോങ് ഓൺ ഗാലറിക്ക് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിന് പറത്തി. ഈ ഗംഭീരമായ ഷോട്ടിലൂടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ എ ടീമിന് താങ്ങായി നിന്നുകൊണ്ട് ഋതുരാജ് തന്റെ നിർണായകമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 67 പന്തുകളിൽ നിന്ന് 3 ബൗണ്ടറികളും 2 സിക്സറുകളും അടക്കം 56 റൺസുമായി ഋതുരാജ് ഒരു വൻ മതിൽ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ 27 പന്തുകളിൽ നിന്ന് 12 റൺസുമായി ക്യാപ്റ്റൻ തിലക് വർമ്മ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. 30 ഓവറുകൾക്ക് ശേഷം ക്രീസിൽ നിലയുറപ്പിച്ച ഋതുരാജും തിലക്കും ചേർന്ന് ശ്രീലങ്കൻ ബൌളർമാർക്ക് മേൽ സർവനാശം വിതയ്ക്കുന്ന കാഴ്ചയാണ് ദാംബുള്ളയിലെ കാണികൾ കണ്ടത്. 32ാമത്തെ ഓവറിൽ വിയാസ്കാന്തിന്റെ ലെഗ് സ്റ്റംപിൽ വന്ന പന്തിനെ മുട്ടുകുത്തി നിന്നുകൊണ്ട് സ്ക്വയർ ലെഗിന് പിന്നിലൂടെ ഋതുരാജ് ബൗണ്ടറി കടത്തി. അടുത്ത ഓവറിൽ കരുണരത്നയുടെ ഷോട്ട് പന്തിനെ കാൽവിരലുകളിൽ ഉയർന്നു നിന്ന് അധിക ബൗൺസിനെ കൃത്യമായി നിയന്ത്രിച്ച് ഋതുരാജ് മിഡ് ഓൺ ഫീൽഡറെ മറികടന്ന് ഡൈവിംഗ് ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തിയത് ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാൽ 36ാമത്തെ ഓവറിൽ വാണുജ സഹാനെ എറിഞ്ഞ പന്തിൽ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് ഋതുരാജും തിലക്കും ചേർന്ന് 100 റൺസിന്റെ ഒരു സുപ്രധാന കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഈ ആവേശം ഒട്ടും ചോരാതെ രവീന്ദ്രു ഫെർണാണ്ടോയുടെ അടുത്ത ഓവറിലെ ഫുൾ ടോസ് പന്തിനെ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിന് പറത്തി ഋതുരാജ് തന്റെ ലക്ഷ്യം വ്യക്തമാക്കിയപ്പോൾ മറുഭാഗത്ത് ഗരുക സങ്കേതിന്റെ 41ാമത്തെ ഓവറിൽ ഒരു ലെങ്ത് ബോളിനെ ഫ്ലിക്ക് ചെയ്ത് ഫൈൻ ലെഗിലൂടെ സിക്സർ പറത്തി തിലക് വർമ്മയും തന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ചു. സിറാജിന്റെ ഓഫ് സ്റ്റംപിന് പുറത്തുവന്ന വൈഡ് പന്തിനെ കവറുകൾക്ക് മുകളിലൂടെ സ്ലാം ചെയ്ത് ഋതുരാജ് സെഞ്ചുറിയോട് കൂടുതൽ അടുത്തു. 44ാമത്തെ ഓവറിൽ സഹാൻ ഒരു വൈഡ് പന്ത് എറിഞ്ഞതോടെ ഋതുരാജ് തിലക് സഖ്യത്തിന്റെ കൂട്ടുകെട്ട് 150 റൺസ് എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു. അതേ ഓവറിലെ ആദ്യ ഫ്ളാറ്റ് ഡെലിവറിയെ ഋതുരാജ് നേരെ ബൌളറുടെ അടുത്തേക്ക് അടിച്ചപ്പോൾ പന്ത് തടയാൻ ശ്രമിച്ച സഹാൻ നോൺ സ്ട്രൈക്കർ എൻഡിലുണ്ടായിരുന്ന തിലക്കുമായി കൂട്ടിയിടിച്ചു. ഈ അവസരം മുതലാക്കി വേഗത്തിൽ ഒരു സിംഗിൾ ഓടിയെടുത്ത ഋതുരാജ് ഗൈക്വാദ് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ 21ാമത്തെ ചരിത്രപരമായ സെഞ്ചുറി പൂർത്തിയാക്കി. സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആ അതുല്യനായ പോരാളിക്ക് ആദരവർപ്പിച്ചു. എന്നാൽ ആ ആഘോഷങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഓവറിലെ 5ാമത്തെ പന്തിൽ മറ്റൊരു വലിയ ഷോട്ടിന് ശ്രമിച്ച ഋതുരാജ് ഡീപ് മിഡ് വിക്കറ്റിൽ അവിഷ്ക ഫെർണാണ്ടോയ്ക്ക് ഒരു അനായാസ ക്യാച്ച് നൽകി പുറത്തായി. 114 പന്തുകളിൽ നിന്ന് 6 ബൗണ്ടറികളും 3 സിക്സറുകളും അടക്കം 101 റൺസ് നേടിയ ആ ഇതിഹാസ തുല്യമായ ഇന്നിംഗ്സിന് അങ്ങനെ അവസാനമായി. ഋതുരാജിന്റെ പതനത്തിനു ശേഷം ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്കും അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 45ാമത്തെ ഓവറിൽ മുഹമ്മദ് സിറാജിന്റെ ഫുൾ പിച്ച് പന്തിനെ ക്രീസിൽ അല്പം മുന്നോട്ട് കയറി സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച തിലക്കിന് പിഴിച്ചു. പന്ത് ബാറ്റിന്റെ അടിഭാഗത്ത് തട്ടി വിക്കറ്റിലേക്ക് തുളച്ചു കയറി. അപ്പോൾ 97 പന്തുകളിൽ നിന്ന് 60 റൺസ് നേടിയ ആ നായകന്റെ പോരാട്ടവും അവിടെ അവസാനിച്ചു. 2 പ്രധാന ബാറ്റർമാരും വീണതോടെ ക്രീസിലെത്തിയ ആയുഷ് ബദോനയും യുവതാരം സൂര്യാൻഷ് ഷെഡ്ഗയും ചേർന്നാണ് പിന്നീട് ഇന്ത്യൻ സ്കോർ മുന്നോട്ട് നയിച്ചത്. സങ്കേതിന്റെ പന്തിൽ ഒരു ഭാഗ്യമേറിയ ഫ്രഞ്ച് കട്ടിലൂടെ ആദ്യ ബൗണ്ടറി നേടിയ ബദോനെ സിറാജിന്റെ അടുത്ത ഓവറിൽ പോയിന്റിലൂടെ മറ്റൊരു മനോഹരമായ ബൗണ്ടറി കൂടി സ്വന്തമാക്കി. എന്നാൽ 49ാമത്തെ ഓവറിൽ ചാമിക കരുണരത്നയ്ക്കെതിരെ സൂര്യാൻഷ് ഷെഡ്ഗെ പുറത്തെടുത്ത രൗദ്രഭാവം ദാംബുള്ളയിലെ സ്റ്റേഡിയത്തെ ഒന്നടങ്കം സ്തബ്ധരാക്കി. കരുണരത്നയുടെ ആദ്യ ഷോട്ട് പന്തിനെ ലോങ് ഓണിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിന് പറത്തി സൂര്യാൻഷ് ഷെഡ്ഗെ ഇന്ത്യൻ സ്കോർ 250 കടത്തി. തൊട്ടടുത്ത ഫുൾ ടോസ് പന്തിനെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ വീണ്ടും ഗാലറിയിലെത്തിച്ച സൂര്യാൻഷ് ഓവറിലെ അവസാന ഷോട്ട് പന്തിനെയും ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ അതിർത്തി കടത്തി ആ ഒരൊറ്റ ഓവറിൽ നിന്ന് 18 റൺസാണ് അടിച്ചെടുത്തത്. ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ഗരുക സങ്കേത് എറിഞ്ഞ ഒരു മികച്ച സ്ലോവർ യോർക്കറിൽ 24 റൺസ് എടുത്ത ആയുഷ് ബദോനെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്തായതോടെ ആ വെടിക്കെട്ട് അവസാനിച്ചു. നിശ്ചിത 50 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ തുടക്കത്തിലെ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഇന്ത്യ എ ടീം 6 വിക്കറ്റ് നഷ്ടത്തിൽ 278 റൺസ് എന്ന അതിശക്തവും വെല്ലുവിളി ചാരിയ സ്കോർ പടുത്തുയർത്തിയിരുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു യഥാർത്ഥ ചാമ്പ്യൻ ടീമിന്റെ ആത്മവിശ്വാസം ആ മൈതാനത്ത് മുഴുവൻ പ്രതിഫലിച്ചിരുന്നെങ്കിലും 278 റൺസ് എന്ന വെല്ലുവിളി ചാരിയ വിജയലക്ഷ്യത്തിലേക്ക് കണ്ണുനട്ട് ശ്രീലങ്കൻ ഓപ്പണർമാരായ നിരോഷൻ ഡിക്വേലയും അവിഷ്ക ഫെർണാണ്ടോയും ദാംബുള്ളയിലെ പച്ചപ്പിലേക്ക് ഇറങ്ങിവരുമ്പോൾ സ്റ്റേഡിയമാകെ വീണ്ടും ഒരനിർവചനീയമായ ആകാംക്ഷ തളം കെട്ടി നിന്നിരുന്നു. അൻഷുൽ കമ്പോജ് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ സ്റ്റമ്പുകളിലേക്ക് പാഞ്ഞു വന്ന ഒരു അപകടകരമായ ഇൻസ്വിംഗർ ആയിരുന്നുവെങ്കിലും യാതൊരു ഭയവുമില്ലാതെ ഡിക്വെല്ലെ അത് അതിവിദഗ്ധമായി ഫൈൻ ലെഗ് ബൗണ്ടറിയിലേക്ക് പായിച്ചപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ നേരിയ സൂചന പടർന്നു. 2ാമത്തെ ഓവറിൽ കമ്പോജിന്റെ തന്നെ ഓഫ് സ്റ്റമ്പിന് പുറത്തുവന്ന പന്തിനെ തന്റെ കൈമൈ വഴക്കത്തോടെ പോയിന്റിന് മുകളിലൂടെ വെട്ടിമാറ്റി അവിഷ്കയും തന്റെ വരവ് അറിയിച്ചതോടെ ലങ്കൻ ബാറ്റിംഗ് നിര കൂടുതൽ അപകടകാരികളായി മാറുകയായിരുന്നു. അർഷാദ് ഖാൻ എറിഞ്ഞ 3ാം ഓവറിൽ ഷോർട്ട് ഓഫ് ലെങ്ത് പന്തിനെ ഫൈൻ ലെഗിലേക്കും തൊട്ടുപിന്നാലെ മികച്ചൊരു ഡ്രൈവിലൂടെ ഓഫ് സൈഡിലേക്കും അതിർത്തി കടത്തി ഡിക്വെല്ല ഇന്ത്യൻ ബൌളർമാർക്കുമേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി.
കംബോജിന്റെ പന്തിൽ അവിഷ്കയുടെ ബാറ്റിലുരസിയ പന്ത് സ്ലിപ്പിനും കീപ്പർക്കും ഇടയിലൂടെ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ബൗണ്ടറി കടന്നപ്പോൾ ഇന്ത്യൻ നായകൻ തിലക് വർമ്മയുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. എന്നാൽ ആ ഭാഗ്യത്തിന് കാത്തുനിൽക്കാതെ അർഷാദ് ഖാന്റെ അടുത്ത ഓവറിൽ ബാക്ക് ഫുട്ടിൽ ഒരു വിസ്മയകരമായ ഡ്രൈവിലൂടെയും മിഡ് വിക്കറ്റിലെ ഫീൽഡറെ കാഴ്ചക്കാരനാക്കി മറ്റൊരു മനോഹരമായ ഫ്ലിക്കിലൂടെയും തുടർച്ചയായി 2 തവണ അതിർത്തി കടത്തിയപ്പോൾ ഗാലറി ഹർഷാരവം മുഴക്കി. ഒട്ടും വിട്ടുകൊടുക്കാതെ ഡിക്വെല്ല കംബോജിന്റെ പന്തുകളെ വിക്കറ്റിന് കുറുകെ നീങ്ങി ഫൈൻ ലെഗിലൂടെയും അതിനുശേഷം കീപ്പർ പ്രഭ്സിമ്രൻ സിംഗിന്റെ തലയ്ക്ക് മുകളിലൂടെ അവിശ്വസനീയമാം വിധം സ്കൂപ്പ് ചെയ്തും ബൗണ്ടറികൾ നേടിയതോടെ ഇന്ത്യൻ ബൌളിംഗ് നിര പൂർണ്ണമായും തകർന്നടിഞ്ഞ അവസ്ഥയിലായി. അനുകൂൽ റോയിയെയും കംബോജിനെയും അതിരൂക്ഷമായി ആക്രമിച്ച അവിഷ്ക ഫെർണാണ്ടോ സ്വീപ്പിലൂടെയും പുള്ളിലൂടെയും തുടർച്ചയായി ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ പവർ പ്ലേ ഓവറുകൾ പൂർണ്ണമായും ശ്രീലങ്കയുടെ നിയന്ത്രണത്തിലായി. ഇന്നിംഗ്സിന്റെ 14-ാം ഓവറിൽ സൂര്യാൻ ഷെഡ്ഗെയുടെ പന്തിൽ ഒരു വക്കിലൂടെ ഡിക്വെല്ല വീണ്ടും ബൗണ്ടറി നേടിയപ്പോൾ തോൽവി മുന്നിൽ കണ്ട ഇന്ത്യൻ നായകൻ തന്ത്രങ്ങൾ മാറ്റാൻ നിർബന്ധിതനായി. അവിടെയാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയ ആയുഷ് ബദോണി എന്ന പാർട്ട് ടൈം സ്പിന്നറുടെ രംഗപ്രവേശം സംഭവിക്കുന്നത്. 16-ാം ഓവറിൽ ബദോണിയുടെ പന്തിൽ ഒരു സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ച അവിഷ്ക ഫെർണാണ്ടോയ്ക്ക് പിഴച്ചു. വായുവിൽ ഉയർന്ന പന്ത് സ്ക്വയർ ലെഗിൽ കാത്തുനിന്ന വൈഭവ് സൂര്യവംശിയുടെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചപ്പോൾ 59 പന്തിൽ 45 റൺസെടുത്ത ആ ഇന്നിംഗ്സിന് തിരശീല വീണു. അതൊരു വലിയ തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു. അധികം വൈകാതെ 18-ാം ഓവറിൽ വീണ്ടും മാന്ത്രികത കാട്ടിയ ആയുഷ് ബദോണിയുടെ പന്തിൽ ടോപ്പ് എഡ്ജായ ഡിക്വെല്ലയുടെ പന്ത് ഷോർട്ട് ഫൈൻ ലെഗിൽ അനുകൂൽ റോയ് അനായാസം പിടിച്ചെടുത്തതോടെ 45 പന്തിൽ 47 റൺസെടുത്ത അപകടകാരിയായ ഡിക്വെല്ലയും പവലിയനിലേക്ക് മടങ്ങി. 21-ാം ഓവറിൽ വിപ്രാജ് നിഗം എറിഞ്ഞ ഒരു തകർപ്പൻ ഗൂഗ്ലിയിൽ ക്രീസിന് പുറത്തേക്കിറങ്ങിയ നുവാനിഡു ഫെർണാണ്ടോ പൂർണ്ണമായും കബളിപ്പിക്കപ്പെടുകയും കീപ്പർ പ്രഭ്സിമ്രൻ മിന്നൽ വേഗത്തിൽ സ്റ്റമ്പുകൾ ഇളക്കുകയും ചെയ്തതോടെ ലങ്കൻ നിര പ്രതിരോധത്തിലായി. എന്നാൽ പതറാതെ പിടിച്ചുനിന്ന നായകൻ സഹാൻ അരാച്ചിക്കെയും സദീര സമരവിക്രമയും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വിപ്രാജ് നിഗമിനെയും ബദോനിയെയും ലക്ഷ്യം വെച്ച അരാച്ചിക്ക് ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു പടുകൂട്ടൻ സിക്സറും കവറുകളിലൂടെ മനോഹരമായ ഡ്രൈവുകളും പായിച്ചപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ വീണ്ടും ഭയം വിതച്ചു. മറുവശത്ത് സമരവിക്രമയും തന്റെ സ്വതസിദ്ധമായ സ്വീപ്പ് ഷോട്ടുകളിലൂടെ വിപ്രാജിനെയും തിലക് വർമ്മയെയും അതിർത്തി കടത്തിയതോടെ ഇവരുടെ കൂട്ടുകെട്ട് അതിവേഗം അർദ്ധശതകം പിന്നിട്ടു. ഷെഡ്ഗെയുടെ പന്തിൽ പോയിന്റിലൂടെ അതിവേഗം ഒരു ബൗണ്ടറി പായിച്ച അരാച്ചിക്ക് പോരാട്ടം കടുപ്പിച്ചപ്പോൾ അനുകൂൽ റോയുടെ പന്തിൽ കീപ്പർക്ക് മുകളിലൂടെയും മിഡ് വിക്കറ്റിലൂടെയും ഫോറുകൾ നേടി സമരവിക്രമ പിന്തുണ നൽകി. എന്നാൽ 34-ാം ഓവറിൽ അനുകൂൽ റോയ് ഇന്ത്യക്ക് കാത്തിരുന്ന ബ്രേക്ക് ത്രൂ നൽകി. പിച്ചിലേക്ക് കയറി വന്ന് കൂറ്റിനടിക്ക് ശ്രമിച്ച സമരവിക്രമയുടെ ടൈമിംഗ് പിഴച്ചുകയും ലോങ് ഓണിൽ ഷെഡ്ഗെ ഒരു സുരക്ഷിതമായ ക്യാച്ചിലൂടെ ആ 78 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് തകർക്കുകയും ചെയ്തു. തൊട്ടടുത്ത ഓവറിൽ രവീന്ദു ഫെർമാണ്ടോ ഒരു അലസമായ ഷോട്ടിലൂടെ അനുകൂൽ റോയ്ക്ക് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങിവരുമ്പോൾ ലങ്കൻ ഇന്നിംഗ്സ് പകുതിയും അവസാനിച്ചിരുന്നു. എന്നാൽ തോൽക്കാൻ തയ്യാറാകാത്ത ഒരു യോദ്ധാവിനെ പോലെ ക്രീസിൽ ഉറച്ചു നിന്ന നായകൻ സഹാൻ അരാച്ചിക്ക് ബദോനിയുടെ പന്തിൽ ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തുകയും തൊട്ടുപിന്നാലെ ഒരു മനോഹരമായ സ്വീപ്പിലൂടെ ബൗണ്ടറി നേടി തന്റെ അർദ്ധശതകം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ ഗാലറിയിൽ ആരാധകരുടെ ശ്വാസം നിലച്ചുപോയിരുന്നു. അനുകൂൽ റോയിയെയും ഷെഡ്ഗെയും വീണ്ടും അതിർത്തി കടത്തിയ അരാച്ചിക്ക് സ്കോർ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ 44-ാം ഓവറിൽ നിപ്രാജ് നിഗമിന്റെ പന്തിൽ ലോങ് ഓണിലേക്ക് പന്തടിച്ച ചാമിക കരുണരത്നയെ ഓടിയെത്തിയ ബദോനി ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചിലൂടെ പുറത്താക്കി. മത്സരത്തിന്റെ അവസാന 5 ഓവറുകളിലേക്ക് കടക്കുമ്പോൾ ലങ്കയ്ക്ക് വിജയത്തിലേക്ക് കൂടുതൽ റൺസ് ആവശ്യമായിരുന്നു. എന്നാൽ ക്രീസിലെത്തിയ വനുജ സഹാൻ വിപ്രാജിനെയും ഷെഡ്ഗെയും റിവേഴ്സ് സ്വീപ്പിലൂടെയും പുള്ളിലൂടെയും തുടർച്ചയായി അതിർത്തി കടത്തിയതോടെ 30 പന്തിൽ 34 റൺസ് എന്ന നിലയിലേക്ക് ലക്ഷ്യം ചുരുങ്ങി ഇന്ത്യൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചു. പക്ഷേ 47-ാം ഓവറിൽ അൻഷുൽ കംബോജ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പന്തുകളിലൊന്ന് പുറത്തെടുത്തു. കൃത്യതയാർന്നൊരു തീപ്പൊരി യോർക്കറിൽ 72 പന്തിൽ 74 റൺസെടുത്ത് ലങ്കൻ പ്രതീക്ഷകളെ ചുമലിലേറ്റിയിരുന്ന നായകൻ അരാച്ചിക്കയുടെ സ്റ്റമ്പുകൾ പിഴുതെറിയപ്പെട്ടപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന ആ അതുല്യമായ ഇന്നിംഗ്സിന് ആദരവമർപ്പിച്ചു. 16 പന്തിൽ 16 റൺസ് മാത്രം വേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് അവസാന 2 ഓവറിലെ അതിസമ്മർദ്ദത്തിലേക്ക് കളി വഴിമാറി. 49-ാം ഓവറിൽ വിജയത്തിനായി ലങ്കയ്ക്ക് 10 പന്തിൽ 9 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴേക്കും പന്തറിയാനെത്തിയ അർഷാദ് ഖാന്റെ കണ്ണുകളിൽ ലോകം മുഴുവൻ കീഴടക്കാനുള്ള തീക്ഷ്ണതയുണ്ടായിരുന്നു. റൗണ്ട് വിക്കറ്റിൽ വന്ന ആദ്യ പന്തിൽ തന്നെ വ്യാസ്കാന്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ട അർഷാദ് ഖാൻ ഇന്ത്യൻ ഡഗ്ഔട്ടിൽ ആവേശ തിരമാലകൾ തീർത്തു. തൊട്ടടുത്ത പന്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു അബദ്ധത്തിന് ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചു. വനുജ സഹാൻ ഒരു അനാവശ്യ സിംഗിളിനായി ഓടിയിറങ്ങിയപ്പോൾ പന്ത് അതിവേഗം കൈക്കലാക്കിയ ഋതുരാജ് ഗെയ്ക്വാദ് ഒട്ടും സമയം പാഴാക്കാതെ സ്റ്റമ്പുകൾ ഇളക്കി ലങ്കൻ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തി. 8 പന്തിൽ 9 റൺസ് വേണമെന്നിരിക്കെ അർഷാദ് ഖാന്റെ അടുത്ത പന്തിൽ മുഹമ്മദ് ഷിറാസ് ഡീപ്പ് മിഡ് വിക്കറ്റിലേക്ക് വായുവിൽ ഉയർത്തിയടിച്ച പന്ത് അവിടെ കാത്തുനിന്ന വിപ്രാജ് നിഗമിന്റെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചപ്പോൾ ദാമ്പുള്ളയിലെ ആകാശത്തേക്ക് ഇന്ത്യൻ താരങ്ങളുടെ വിജയഗർജനമുയർന്നു. തോൽവിയുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വെറും 8 റൺസിന്റെ അവിശ്വസനീയമായ ഐതിഹാസിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ എ ടീം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാടകീയവും വൈകാരികവുമായ ഒരു രാത്രിക്കാണ് അന്ന് തിരശീലയിട്ടത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.